നമസ്കാരം. കപ്പൽപ്പടയെ സജ്ജമാക്കി ഇറാൻ. കടലിടുക്കിൽ ബോംബ് പൊട്ടിച്ച് ഇറാനികൾ. ഹോർമൂസ് കടലിടുക്കിൽ ഇറാന്റെ നാവികാഭ്യാസം തുടങ്ങിക്കഴിഞ്ഞു. യുഎസിന്റെ ആക്രമണ ഭീഷണി നിലനിൽക്കെയാണ് ഹോർമൂസ് കടലിടുക്കിൽ നാവികാഭ്യാസം തുടങ്ങാൻ ഇറാനികൾ തയ്യാറായത്. മേഖലയിലെ യുഎസ് നാവിക വ്യൂഹത്തിനുള്ള മറുപടിയായിട്ടാണ് ഇറാൻ റവല്യൂഷണറി ഗാർഡിന്റെ നേതൃത്വത്തിൽ ഇത്തരത്തിലുള്ള നാവികാഭ്യാസങ്ങൾ ഇപ്പോൾ അവിടെ നടത്തുന്നത്. നാവികാഭ്യാസം എന്ന് അവസാനിക്കും എന്നതിനെ കുറിച്ച് ഇതുവരെയും വ്യക്തമാക്കിയിട്ടില്ല ഇറാനികൾ. USS എബ്രഹാം ലിങ്കൺ വിമാനവാഹിനിയുടെ നേതൃത്വത്തിലെ നാവിക സന്നാഹം നിലവിൽ ഒമാന് സമീപം അറബിക്കടലിലുണ്ട്. മറ്റൊരു വിമാനവാഹിനിയായിട്ടുള്ള USS ജെറാൾഡ് ആർ ഫോർഡ് മേഖലയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ വലിയ സജ്ജീകരണങ്ങൾ അമേരിക്ക തയ്യാറെടുപ്പുകൾ നടത്തുമ്പോൾ അതിനെ പ്രതിരോധിക്കുവാൻ വേണ്ടിയിട്ട് യുഎസിന്റെ ആക്രമണ ഭീഷണി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ സ്വാഭാവികമായിട്ടും ഇറാനും അത്തരത്തിലുള്ള നാവികാഭ്യാസങ്ങൾ നടപടികൾ സ്വീകരിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അങ്ങനെയാണ് ഇപ്പോൾ ഹോർമുസ് കടലിടുക്കൽ നാവികാഭ്യാസം തുടങ്ങിക്കൊണ്ട് ഇറാനികൾ അവരുടെ കരുത്ത് തെളിയിക്കുവാനായിട്ട് ഇറങ്ങിയിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. അതേസമയം യുഎസുമായിട്ടുള്ള പരോക്ഷ ആണവ ചർച്ചയുടെ 2ാം റൗണ്ടിൽ പങ്കെടുക്കുവാൻ ഇറാന്റെ വിദേശകാര്യമന്ത്രിയായിട്ടുള്ള അബ്ബാസ് കരാജി ജനീവയിൽ എത്തിയിരിക്കുന്നു. ഇന്ന് ചർച്ച നടക്കുകയാണ്. യുഎസിന്റെ ഭീഷണികൾക്ക് വഴങ്ങില്ല എന്ന് അരാഗ്ജി ആവർത്തിച്ച് പറയുമ്പോഴും ഉപരോധം നീക്കാമെങ്കിൽ തങ്ങളുടെ ആണവ പദ്ധതിയെ പരിമിതപ്പെടുത്താൻ തയ്യാറാണ് എന്ന് പറയപ്പെടുന്ന അരാഗ്ജി എന്നാൽ ബാലിസ്റ്റിക് മിസൈലുകളെ നിയന്ത്രിക്കണമെന്ന യുഎസിന്റെ ആവശ്യത്തെ അംഗീകരിക്കില്ല എന്ന് തന്നെയാണ് ഇറാനികളുടെ വാദവും. അപ്പോൾ ഏത് നിമിഷവും ഈ യുദ്ധം എന്ന് പറയപ്പെടുന്ന അനിവാര്യത ആകുന്ന ഒരു തലത്തിലേക്ക് എത്തപ്പെടുന്നു. കാരണം യുഎസ് അതിനുള്ള പടക്കോപ്പുകൾ റെഡിയാക്കി കഴിഞ്ഞു. ഇറാനും അതിനുള്ള തന്ത്രങ്ങൾ മെനഞ്ഞു കഴിഞ്ഞു. മാത്രമല്ല പ്രതിരോധത്തിനുള്ള എല്ലാ സജ്ജീകരണങ്ങളുമായി കഴിഞ്ഞു. എന്നാലും ആണവ ചർച്ചയുടെ 2ാം റൗണ്ട് എന്ന് പൂർത്തിയാകുമ്പോൾ ഇത് പരാജയപ്പെടുകയാണെങ്കിൽ യുദ്ധം അനിവാര്യതയാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതിന്റെ ഒരുക്കങ്ങളാണ് ഈ ഹോർമുസ് കടലിടുക്കിലും അറബിക്കടലിലും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. അതേസമയം ഇപ്പോൾ ഇറാന്റെ തീരത്തിനടുത്ത് അമേരിക്കൻ പടക്കപ്പലുകൾ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അമേരിക്കൻ പടക്കപ്പലുകൾ ഇറാൻ തീരത്തിന് അടുത്തെത്തുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ തന്നെ യുദ്ധത്തിന്റെ സൂചനകളാണ്. അപ്പോൾ ഇറാന് സമീപം US വിമാനവാഹിനി കപ്പലായിട്ടുള്ള USS എബ്രഹാം ലിങ്കൺ സ്ഥിതി ചെയ്യുന്നത് BBC അടക്കം റിപ്പോർട്ട് ചെയ്ത കാര്യമാണ്. 2ാം ഘട്ട ചർച്ചകൾക്കായിട്ട് US ഇറാനിയൻ ഉദ്യോഗസ്ഥരും ചൊവ്വാഴ്ച ഇന്ന് സ്വിറ്റ്സർലൻഡിൽ കൂടിക്കാഴ്ച നടത്തുന്നു. അതിനിടയിലാണ് വീണ്ടും ഇത്തരത്തിലുള്ള തീരങ്ങളിലേക്ക് വിമാനവാഹിനി കപ്പലുകൾ അടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ USS എബ്രഹാം ലിങ്കൺ ഇറാന്റെ തീരത്ത് നിന്ന് ഏകദേശം 700 കിലോമീറ്റർ അകലെയായിട്ട് ഒമാൻ തീരമേഖലയിൽ നങ്കൂരമിട്ടതിന്റെ ഉപഗ്രഹ ചിത്രങ്ങൾ അടക്കം BBC അടക്കം പുറത്തുവിട്ട് കഴിഞ്ഞു. അമേരിക്കയുടെ വിമാനവാഹിനി കപ്പലായിട്ടുള്ള 3 മിസൈൽ വേധ കപ്പലുകളുടെ അകമ്പടിയോടുകൂടിയാണ് എബ്രഹാം ലിങ്കണ് ഇറാൻ തീരത്ത് നിന്നും അകലെയല്ലാതെ എത്തിച്ചേർന്നിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയേണ്ടിയിരിക്കുന്നു. അപ്പോൾ F-35 ഉൾപ്പെടെ 90 യുദ്ധവിമാനങ്ങൾ ഈ കപ്പലിലുണ്ട്. എബ്രഹാം ലിങ്കൺ എന്ന് പറയപ്പെടുന്ന ഈ കപ്പലിൽ, അമേരിക്കയുടെ കപ്പലിൽ ഏകദേശം 90 യുദ്ധവിമാനങ്ങൾ അതിനകത്ത് ഉണ്ട് എന്നുള്ളതാണ്. കൂടാതെ സൈന്യവും ജീവനക്കാരും ഉൾപ്പെടെ ഏകദേശം 5683 പേരും ആ പടക്കപ്പലിൽ ഉള്ളതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് സൂചിപ്പിക്കുന്നത്. ജനുവരി അവസാനത്തിലാണ് പശ്ചിമേഷ്യ ലക്ഷ്യമിട്ടുകൊണ്ട് ഈ പടക്കപ്പൽ നീങ്ങി തുടങ്ങിയത്. ആദ്യമായിട്ടാണ് ഇതൊരു ഉപഗ്രഹ ചിത്രങ്ങളിൽ അടക്കം ഇത് തെളിയുന്നത് എന്നുള്ളതാണ്. അപ്പൊ 5 ദിവസം മുമ്പ് ഏറ്റവും വലിയ വിമാനവാഹിനി കപ്പലായിട്ടുള്ള USS ജെറാൾഡ് ആർ ഫോർഡും ഇറാനെ ലക്ഷ്യമാക്കി നീങ്ങി തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ മേഖലയിൽ അമേരിക്കയുടെ ഗൈഡഡ് മിസൈൽ ഡിസ്ട്രോയറുകൾ, യുദ്ധവിമാനങ്ങൾ എന്നിവയുടെയൊക്കെ സാന്നിധ്യം BBC അടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ്. അത് വെരിഫൈ ചെയ്തുകൊണ്ട് സ്ഥിരീകരിക്കുകയാണ്. അപ്പോൾ എന്താണ് ഇതിന് മനസ്സിലാക്കേണ്ടത്? യുദ്ധം അനിവാര്യതയായി മാറുമ്പോൾ ഇരുവിഭാഗവും യുദ്ധത്തിന് കോപ്പുകൂട്ടി കഴിഞ്ഞു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കപ്പൽപ്പടയെ സജ്ജമാക്കിക്കൊണ്ട് ഇറാനും കടലിടുക്കിൽ ബോംബ് പൊട്ടിച്ച് ഇറാനികളും കുതിക്കുമ്പോൾ ഇറാൻ തീരത്തിനടുത്ത് അമേരിക്കൻ പടക്കപ്പലുകൾ മിസൈൽ വർഷം കാത്തുകൊണ്ട് നിൽക്കുന്നു. എപ്പോഴാണ് മിസൈൽ വർഷിക്കേണ്ടത് എന്ന് ചിന്തിച്ചു നിൽക്കുന്ന ഒരവസ്ഥയിലേക്ക്. അപ്പോൾ എപ്പോൾ വേണമെങ്കിൽ ഇന്നത്തെ ഈ ആണവ ചർച്ച കൂടി പരാജയപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ഈ യുദ്ധസജ്ജീകരണങ്ങളെല്ലാം വല്ലാതെ പൊട്ടിത്തെറിക്കപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് എത്തും. ഈ കപ്പൽപ്പടകൾ ആഞ്ഞ് യുദ്ധത്തിലേക്ക് പുറപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. രക്തരൂക്ഷിതമാകുന്ന കടലുകളായി തീരും. മാത്രമല്ല തീഗോളങ്ങൾ വർഷിക്കുന്ന കടലുകൾ അല്ലെങ്കിൽ കപ്പൽപ്പടകൾ എന്ന് പറയപ്പെടുന്ന തരത്തിലേക്ക് എത്തപ്പെടും. അങ്ങനെ യുദ്ധം ഒരു അനിവാര്യതയാകുകയാണ് എങ്കിൽ അത് ഇറാനും അമേരിക്കയ്ക്കും ഒരുപോലെ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുമെന്നുള്ള കാര്യത്തിൽ
തർക്കമില്ല.